എം.ടി. വാസുദേവൻ നായർക്ക് പിന്നാലെ വിമർശനവുമായി എഴുത്തുകാരൻ എം. മുകുന്ദൻ. ഇപ്പോൾ നാം ഉള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. അതോടൊപ്പം കിരീടത്തിന്റെ പ്രാധാന്യം കൂടി വരുന്നുവെന്നും എം. മുകുന്ദൻ പറഞ്ഞു. നമുക്ക് കുറേയധികം ആത്മാർപ്പണം നടത്താതെ രക്തസാക്ഷികളില്ലാതെ എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അധികാരം സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചികറിഞ്ഞവരാണ്. അവരവിടുന്ന് എഴുന്നേൽക്കില്ല, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. എനിക്ക് പണ്ടത്തെ കാലത്ത് അടിയന്തര കാലത്ത് ഒക്കെ നമ്മളത് കണ്ടാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നോട് പേര് മറന്നുപോയി. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാലിയാക്കുമോ, ജനങ്ങൾ വരുന്നുവെന്നാണ്. ജനങ്ങൾ വരികയാണ്, അതുകൊണ്ട് സിംഹാസനം ഒഴിയുമെന്നാണ് പറഞ്ഞത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയുന്നതാണ്, സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. കെ വി രാഹുൽ ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, എം.ടി. പറഞ്ഞത് അമിതാധികാരത്തെ കുറിച്ചായിരുന്നു, അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഇടപെടലുകളെ കുറിച്ചായിരുന്നു. അത് തന്നെയാണ് എം. മുകുന്ദനും പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചൊരു ലേഖനം വീണ്ടും വായിക്കുകയാണോ? ആര്യ, തീർച്ചയായും അങ്ങനെയല്ല. ഇത് KLF-ന്റെ വേദിയിൽ മയ്യപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് എം. മുകുന്ദൻ വിധത്തിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. CPM-ന്റെ നേതാവ് M. സ്വരാജും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ അമിത അധികാരം അതുതന്നെയാണ് ഈ വിമർശനമായി എം. മുകുന്ദൻ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. അത് അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിൻ്റെ രുചി അറിഞ്ഞവരാണ്. സിംഹാസനത്തിലിരിക്കുന്നവരോട് പറയാനുള്ളത് ആ സിംഹാസനം നിങ്ങൾ ഒഴിയൂ എന്നാണ്. തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അപ്പോൾ അത് ജനങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നിങ്ങനെയാണ് എം. മുകുന്ദൻ്റെ വാക്കുകളിൽ കൃത്യമായി വന്നിട്ടുള്ളത്. M.T. KLF-ന്റെ ഉദ്ഘാടന വേദിയിലാണ് വിധത്തിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചത്. അമിതാധികാരവുമായി ബന്ധപ്പെട്ട് തന്നെ അത് കൃത്യമായി കൊള്ളേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടു വലിയ രീതിയിൽ ചർച്ചയായി. കേന്ദ്രത്തിനെതിരെ ഉള്ള വിമർശനമാണെന്ന CPM കേന്ദ്രങ്ങൾ അത് തൊടുത്തുവിട്ടു. പക്ഷേ സംസ്ഥാന സർക്കാരിന് നേരെയുള്ള വിമർശനമാണെന്ന രീതിയിൽ മറ്റു വ്യാഖ്യാനങ്ങളുണ്ടായി. കൂടുതൽ ചർച്ചകൾ വേണ്ടെന്ന് CPM തന്നെ സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ എം. മുകുന്ദനും രാഷ്ട്രീയ വിമർശനം അത് ശക്തമായി തന്നെ ഉയർത്തിയിരിക്കുകയാണ്. അതിൽ മറ്റൊരു വാക്കുകൂടെ പറയുന്നത് ജനങ്ങൾ ശരി. എന്തായാലും M. സ്വരാജ് കൂടിയാണ് ആ സാഹിത്യോത്സവത്തിൽ എം. മുകുന്ദന്റെ കൂടെയുള്ളത്. അപ്പോഴാണ് എം. മുകുന്ദന്റെ ഈ വിമർശനം വരുന്നത്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.